ആരുടെ കൃതിയാണ് ചിന്താവിശിഷ്ടയായ സീത? മഹാത്മാ അല്ല, അത് ശ്രീനിവാസൻ രചിച്ചതാണ്. ഇത് എന്തുകൊണ്ട്? ശരിയാണ്. മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് KTCTയിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ്. ഏതാം ക്ലാസ് പഠിക്കുന്നത്? ഞാൻ 10th-ലല്ലേ? 10th-ല്. ഈ ഒരു അധ്യയന വർഷം എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നല്ലേ. അപ്പോൾ ഞങ്ങളുടെ കൈവശം വട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ചിന്താവിശിഷ്ടയായ സീത എന്നത് ആരുടെ കൃതിയാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ തന്നെ ഉറപ്പാണ്? ഉറപ്പാണ്. എന്നാൽ എഴുത്തച്ഛനല്ല. ഞങ്ങളുടെ കൈവശം മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ആരുടെ കൃതിയാണ് ചിന്താവിശിഷ്ടയായ സീത? മഹാത്മാഗാന്ധി. അതെ, ആരാണ് പറഞ്ഞത്? മഹാത്മാ. എന്നാൽ ചിന്താവിശിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? ശ്യാമള സിനിമയാണ്. സീത ആരുടെ കൃതിയാണ്? അറിയില്ല. എന്തായാലും മറ്റാരെങ്കിലും ആരെങ്കിലും പറയൂ. എവിടെയാണ് സ്ഥലം? നിങ്ങളുടെ സ്ഥലം കിളിമാനൂർ തന്നെ. അതുകൊണ്ട് രാജാ രവിവർമ്മയെ പറയാം. പുള്ളി ഒരു നല്ലൊരു ചിത്രകാരനാണ്. മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് KTCT ഓഡിറ്റോറിയത്തിലാണ്. ഇന്ന് ഇവിടെ ഒരു വിവാഹം നടന്നിരിക്കുന്നത്. ആരുടെ ആയിരുന്നു? പെങ്ങളാണ് അല്ലേ? അതിൽ പങ്കെടുക്കാനാണ് എല്ലാവരും ഒരേപോലെ ഡ്രസ്സുകൾ ധരിച്ച്. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഈ ഒരു സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: ആരുടെ കൃതിയാണ് ചിന്താവിശിഷ്ടയായ സീത? ചക്കരപ്പന്തലിൽ അറിയില്ല. ചിന്താവിശിഷ്ടയായ ശ്യാമള എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ പടമാണ്? ശ്രീനിവാസന്റെ അല്ലേ? അപ്പോൾ സീതയുടെ രചയിതാവിനെ അറിയത്തില്ല. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ദുബായിൽ നിന്നൊരു വാഹനം ഇറക്കിയിരിക്കുകയാണ്. ഈ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ആഗ്രഹത്തിന് വേണ്ടി. ഇത് സ്വന്തം യൂസ് ചെയ്യുന്ന വണ്ടിയാണല്ലേ? ഇത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ചിലവുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ സമ്മാനം നേടാൻ. ചോദ്യം ഇതാണ്: ചിന്താവിശിഷ്ടയായ സീത എന്നത് ആരുടെ കൃതിയാണ്? അറിയാൻ വയ്യ. അപ്പോൾ ഈ വാഹനം ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് കാണാം. ദുബായ് രജിസ്ട്രേഷൻ എല്ലാം കൂടെ ഒന്ന് കാണട്ടെ. മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ആരുടെ കൃതിയാണ് ചിന്താവിശിഷ്ടയായ സീത? എന്റെ അമ്മേ, അയ്യോ ചിന്താവിശിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? ആരാണ് മോളെ? ഉറപ്പിയിലേതെങ്കിലും? കുമാരനാശാന്റെ? അതെ, കുമാരനാശാന്റെ കൃതിയാണ് ചിന്താവിശിഷ്ടയായ സീത. ഇത് എന്തുകൊണ്ട്? ശരിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഇങ്ങനെ അറയ്ക്കാൻ കാരണം? ഒരുപാട് പേര് പഠിച്ചിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം. മോളെ പേരെന്താണ്? സുൽത്താന ഫാത്തിമ. എവിടെയാണ്? തൊപ്പിച്ചന്ത. മോള്? ഖദീജ മെഹറിൻ. എവിടെയാണ്? ആലങ്കോട് അല്ലേ? അപ്പോൾ മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. ആദ്യം ഒന്ന് അറച്ചെങ്കിലും ശരിയായിട്ടുള്ള ഉത്തരത്തിലെത്തി. കുമാരനാശാൻ നമ്മുടെ അയൽ ഗ്രാമത്തിലാണ് ജനിച്ചത്. അഞ്ചുതെങ്ങിലെ കായിക്കരയിലാണ് ജനിച്ചത്. 1873 1922 കാവ്യങ്ങൾ എഴുതാതെ മഹാകവി പട്ടം നേടിയ കവി കൂടിയായിരുന്നു കുമാരനാശാൻ. 1924 അദ്ദേഹം നമ്മളെ വിട്ട് ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചു. അതറിയാമോ? റെഡീമർ ബോട്ട് അപകടത്തിൽ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും
മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.